അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹത്തായ ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യനായ ഉസ്താദ് യൂനുസ് കൗസരി അവർകൾ, പരിശുദ്ധ ഖുർആൻ വചനങ്ങൾ കൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കിയ ഹാഫിദ് ഷുഐബ്, ഈ സദസ്സിന് സ്വാഗതം ആശംസിച്ച എൻ്റെ ഏറെ പ്രിയങ്കരനായ സുഹൃത്ത് ഉസ്താദ് ഇബ്രാഹിം നജ്മി അവർകൾ, ഈ മഹത്തായ യോഗം ഉന്നതമായ വാക്കുകൾ കൊണ്ട് ഉദ്ഘാടനം ചെയ്ത മഞ്ചേരി ഖാളി VP മുഹമ്മദ് മൗലവി ഖാസിമി അവർകൾ, ഈ മഹത്തായ സദസ്സിൽ ഇനിയും സംബന്ധിക്കുന്ന ബഹുവന്യരായ ഉസ്താദുമാരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഹൃദിസ്ഥമാക്കിയ 97 ഹാഫിളുകളും 38ഓളം ഹാഫിളത്തുകളും സനദ് സ്വീകരിക്കുന്ന, അതുപോലെ തന്നെ ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്നും ഫാളിൽ ഇഫ്താ കോഴ്സുകൾ പൂർത്തിയാക്കിയ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ വാഹകരായ സഹോദരങ്ങൾ സ്ഥാനപത്രം സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഈ മഹിത സദസ്സിൽ യഥാർത്ഥത്തിൽ ഞാൻ ആദ്യമേ ഇവിടെ വരുന്ന ആളല്ല. ബഹുവന്യനായ നമ്മുടെ സുഹൃത്ത് സ്വാഗത പ്രസംഗം നടത്തിയ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ കൂടിയായ ഇബ്രാഹിം നജ്മി ഉസ്താദ് അവർകൾ, അദ്ദേഹവും അതുപോലെ തന്നെ മുസമ്മിൽ ഉസ്താദ് അദ്ദേഹം ക്ഷണിച്ചിരുന്നു. ഹാഫിദ് ഇബ്രാഹിം ഉസ്താദിൻ്റെ ഞങ്ങളുമായി ദീർഘകാലമായ സൗഹൃദ ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വഴിയുള്ള അവരുടെ നാട്ടിൽ ഞാൻ ഖത്തീബായിരുന്നു. അങ്ങനെ യാദൃശ്യമായി ഈ മഹത്തായ സ്ഥാപനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു. ഇതിൻ്റെ ബാനി ബഹുവന്യനായ ഇബ്രാഹിം ഹാജി അവർകളെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഖാളി പരാമർശിക്കുകയുമുണ്ടായി. റബ്ബ് സുബ്ഹാനഹു വ തആല ബഹുവന്യനായ ഇബ്രാഹിം ഹാജി അവർകൾക്ക് അദ്ദേഹത്തോടൊപ്പം തോളുരുമ്മി നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ മഹിത സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ പങ്കുവഹിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ ഹിഫ്ള് സ്വീകരിച്ച ഒരു സംഘം ആളുകൾ ഈ ലോകത്തേക്ക് പുറപ്പെടുകയാണ്. നമുക്കറിയാം, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ വിമർശന വിധേയമായ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. അതിനെപ്പറ്റി എന്തെല്ലാം മോശമായ വർത്തമാനങ്ങളാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ അടിക്കടി അല്ലാഹു തആല ഈ പരിശുദ്ധ ഗ്രന്ഥത്തെ ലോകത്തിൻ്റെ മുമ്പിൽ പകൽ വെളിച്ചം പോലെ വിശാലമാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. നാമാണ് ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചത്. വഇന്നാ ലഹു ലഹാഫിളൂൻ, നമ്മൾ തന്നെ സംരക്ഷിക്കുമെന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധ വചനത്തിൻ്റെ പുലർച്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തരുണത്തിൽ ഉലമാഇൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു ചർച്ച ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആ ചർച്ച എന്താണ്? ഇത്രയധികം ഹാഫിളുകളും ഹാഫിളത്തുകളും ലോകത്ത് വേണ്ടതുണ്ടോ എന്നൊരു ചർച്ച. പക്ഷെ അതിന് മറുപടി നൽകുന്ന ആളുകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അലിഫ് ലാം മീം എന്നത് ഒരു അക്ഷരമാണ് എന്ന് പറയുന്നില്ല. ബല അലിഫുൻ ഹർഫുൻ വ ലാമുൻ ഹർഫുൻ വ മീമുൻ ഹർഫുൻ. അലിഫ് ഒരക്ഷരമാണ്, ലാമ് മറ്റൊരക്ഷരമാണ്, മീമ് മറ്റൊരക്ഷരമാണ്. അഥവാ അതിൻ്റെ ആശയ സമുദ്രങ്ങളിലേക്ക് ആഴത്തിലിറങ്ങാതെ കേവലപരമായി വാചികമായ വായനക്ക് പോലും സമുന്നതമായ കൂലി അള്ളാഹു അവൻ്റെ ഹബീബിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്യുകയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ മഹാന്മാർ പഠിപ്പിക്കുകയാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമൊഴിയിലൂടെ
തീർച്ചയായും ഇന്ന ലി ഖുർആനി ലഫ്ളൻ, ഖുർആനിന് പദമുണ്ട്, അക്ഷരമുണ്ട്. എന്നാൽ ഓരോ അക്ഷരത്തിനും മാനയുണ്ട്, അതിൻ്റെ അർത്ഥമുണ്ട്. കേവലം അതിൻ്റെ അർത്ഥത്തിൽ ഒതുങ്ങുക എന്നതല്ല, മറിച്ച് വലിക്കുല്ലി മാനൻ ഫഹമുൻ, ഓരോ അർത്ഥത്തിനും ആശയമുണ്ട്, ഗ്രഹിക്കാനുള്ള ഒരു പ്രത്യേകമായ അവസ്ഥയുണ്ട്. എന്നാൽ ഓരോ ഫഹമിനും എന്തുണ്ട്? വലിക്കുല്ലി ഫഹമിൻ തസ്ദീഖുൻ, ഓരോ ഫഹമിനും തസ്ദീഖുണ്ട്, അഥവാ അതിനെ വാസ്തവമാക്കുക, അതിനെ ഖുർആനിനെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അംഗീകരിക്കുന്ന ഒരവസ്ഥയുണ്ട്. മാത്രമല്ല വലിക്കുല്ലി തസ്ദീഖുൻ മിസ്ദാഖുൻ, ഓരോ തസ്ദീഖിനും മിസ്ദാഖുണ്ട്, അഥവാ ഖുർആൻ ആയിത്തീരുക. ഖുർആൻ ഏതൊരു സന്ദേശമാണോ നമുക്ക് പകർന്നു നൽകിയത് അത് ജീവിതത്തിൽ കൊണ്ടുവരിക. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ മഹാന്മാർ പറയാണ്ട്, നാത്തിഖ ഖുർആൻ, സാക്കിത്തെ ഖുർആൻ, സംസാരിക്കുന്ന ഖുർആനുണ്ട്, നിശബ്ദമായ ഖുർആനുണ്ട്. വീട്ടിലെ അലമാരയിൽ വെച്ചിരിക്കുന്ന ഖുർആൻ നിശബ്ദമായ ഖുർആനാണ്. എന്നാൽ ഖുർആൻ നമ്മളോട് ഏതൊന്നാണോ പരാമർശിച്ചിരിക്കുന്നത്, ഏതൊന്നാണോ പഠിപ്പിച്ചിരിക്കുന്നത്, അത് ജീവിതത്തിൽ പുലർത്തുകയാണെങ്കിൽ അയാൾ നാത്തിഖ ഖുർആനായി. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാത്തിഖ ഖുർആനാണ്. മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന ഖുലുഖുഹു അൽ ഖുർആൻ, ഖുർആൻ പഠിക്കാൻ വേറെ ഒന്നും നോക്കേണ്ടതില്ല, നബിതങ്ങളെ നോക്കിയാൽ മതി. പരിശുദ്ധ സഹാബത്തും നാത്തിഖ ഖുർആനായി. അതേപോലെ തന്നെ ശേഷം വന്ന താബിയങ്ങളും സലഫുസാലികളുമെല്ലാം അല്ലാഹു തആല ഇவ்விധത്തിൽ ഖുർആനിൻ്റെ നാത്തിഖുകളായി മാറാൻ, അഥവാ ആളുകളെ കണ്ടുകൊണ്ട് ഖുർആൻ അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ഇവിടെ നിന്ന് ഹിഫ്ള് പൂർത്തിയാക്കിയവർക്ക്, മറ്റിതര സ്ഥാപനങ്ങളിൽ നിന്ന് ഹിഫ്ള് ഉൾക്കൊണ്ടവർക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇന്ന് സനതെടുക്കുന്ന ഉലമാക്കൾക്കും അള്ളാഹു അതിനുള്ള അവസരം നൽകി എല്ലാവിധത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിൻ്റെ ബാനി അടക്കമുള്ള പ്രവർത്തകർ, ഇതിൻ്റെ ഉസ്താദുമാർ, ഇതിൻ്റെ പ്രിൻസിപ്പൽ ബഹുമാനായ ഈസ മൗലവി അൽ കൗസരി, അദ്ദേഹം ബഹുമാനപ്പെട്ട ഈസ ഉസ്താദും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഞങ്ങൾ 35 വർഷം പഴക്കമുള്ള സുഹൃത്തുക്കളാണ്. അല്ലാഹു തആല ആ ഉസ്താദിനടക്കം എല്ലാവർക്കും ഇവിടുത്തെ സ്ഥാപനങ്ങളിൽ അധ്യാപനം നടത്തുന്ന എല്ലാ അധ്യാപകർക്കും എല്ലാവിധ ക്ഷേമൈശ്വര്യങ്ങൾ നൽകുമാറാവട്ടെ. കുട്ടികൾക്കും എല്ലാവിധ ഖൈറാത്തുകൾ നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹു അഹ്സനൽ